ഫസ്റ്റ് ചാപ്റ്റർ അനുതാപ്. ഇതിൽ ചോദിക്കാവുന്ന എല്ലാ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. 42 ചോദ്യങ്ങൾ മുഴുവനായും നമ്മുടെ ഹിന്ദി ടെക്സ്റ്റിൽ നിന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതിൽ നിന്ന് 8 നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ആ 8 ആ 42 നിന്നായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററായി തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ അനുതാപ്, സുകേഷ് സാഹ്നിയുടെ ലഘുകഥയാണ്. അനുതാപ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനുതാപ് കിസ് പിതാ की रचना है? लघु कथा. अनुताप किसकी रचना है? സുകേഷ് സാഹ്നി. असलम कौन था? ഒരു റിക്ഷാവാലായിരുന്നു. अनुताप लघुकथा में डॉक्टर ने असलम को क्यों चलाने से मना किया? എന്ത് വാഹനം ഓടിക്കാനാണ് ഡോക്ടർ പാടില്ല എന്ന് പറയുന്നത്? റിക്ഷ ഓടിക്കാനാണ്. റിക്ഷ ഓടിക്കരുതെന്നാണ് പറഞ്ഞത്. അസ്ലം കി മൃത്യു കി ഖബർ കിസ്നെ യാത്രി കോ ദി? ആരാണ് അസ്ലമിൻ മരണം ബാബുജിനോട് പറഞ്ഞത്? നയി റിക്ഷാവാലാനെ. അനുതാപ് ലഘുകഥാ കി യാത്രി കോ ഷാക്സാ ലഗ ക്യോ? അസ്ലം കി മൃത്യു കി ഖബർ സെ. അസ്ലമിൻ്റെ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് ബാബുജിക്കോ ഷാക്സാ ലഗ. അതങ്ങനെയും ചോദിക്കാൻ സാധ്യത. അങ്ങനെ തന്നെയാണല്ലോ ചോദിച്ചത്. അടുത്തത് മദ്രുദുവാണ്. ജയപ്രകാശ് പ്രസാദ് കവിതയാണ്. മദ്രുദു കവിത में नई व्यथा सातिन के लिए कवि क्या बनाना चाहता है? എന്താണ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്? एक छोटी सी गुड़िया. മദ്രുദു കിസ് വിധ की रचना है? കവിതയാണ്. मद्रुदु कविता किसकी रचना है? जयप्रकाश प्रसाद. मद्रुदु कविता में अंधकार की जल्दी लगाकर कौन आएगा? ശശി കിരണേ. മോഡൽ എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിച്ചതാണ്. मद्रुदु कविता में सूखे दिन को कहा जाने को कहा झारखंड के चीर पतझड़ में. നെക്സ്റ്റ് ചാപ്റ്റർ ജുലൂസ്, ചിത്രാമൃതങ്ങളുടെ നാട്യരൂപാന്തരമാണ്. ജുലൂസ് കിസ്കാ രചന ഹെ? ചിത്രാമൃതങ്ങൾ. ജുലൂസ് കിസ് വിധാ की रचना है? നാട്യ രൂപാന്തരമാണ്. ജുലൂസ് നാടകമേ നയാദാരോ കോൻ ഹെ? ബീർബൽ സിംഗ്. അത്ര ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നുള്ളതൊക്കെ ആരാണ്? അതുപോലെ ആരാണ് ഇപ്പോൾ ബീർബൽ സിംഗ് എന്ന് ചോദിച്ച മാതിരി ബാക്കി ആരാണ് മറ്റ് ക്യാരക്ടേഴ്സ് എന്നാണ് ചോദിക്കാൻ സാധ്യത. അടുത്തത് ചാന്തൂർ കവിയാണ്. രാംധാരി സിംഗ് ദിനകർ എഴുതിയ ഒരു കവിതയാണ് ചാന്തൂർ കവി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അടുത്ത ചാപ്റ്റർ ആനന്ദ് കി ഫുൽച്ചടിയ. ആനന്ദ് ഗോപാൽ ഷേവയുടെ നിബന്ധാണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആനന്ദ് കി ഫുൽച്ചടിയ കിസ് വിധാ की रचना है? ഒരു നിബന്ധാണത്. ആനന്ദ് കി ഫുൽച്ചടിയ കിസ്കി രചന है? ആനന്ദ് ഗോപാൽ ഷേവയുടെ के. बूढ़े आदमी क्या कर रहा था? आम की गुठलियाँ बो रहा था. सम्राट महिला रेलगाड़ी से क्या बाहर फेंक रही था? फूल की और फलों की बीच. പഴത്തിൻ്റെയും പൂവുകളുടെയും വിത്തുകളായിരുന്നു സമ്പ്രാന്ത് മഹിള പുറത്തേക്ക് എറിഞ്ഞിരുന്നത്. എന്തിൻ്റെ? റെയിൽഗാഡിയുടെ. ബെഞ്ചമിൻ ഫ്രാങ്കിളിനെ വിദ്യാർത്ഥി കിത്തനെ ഡോളർ ദിയ? $20. ലേഖകോ കിസ്കി ലിപി സുന്ദർ ലഗി? ആരുടെ ലിപിയാണ് ലേഖകന് ഇഷ്ടപ്പെട്ടത്? ബാങ്ക് കി ക്ലർക്കിൻ്റെ ലിപി. നെക്സ്റ്റ് ചാപ്റ്റർ പത്തർ കെ ബെഞ്ചാണ്. ചന്ദ്രകാന്ത് ദേവദാലെ ഒരു കവിതയാണ്. പത്തർ കെ ബെഞ്ച്. പത്തർ കെ ബെഞ്ച് पर बिस्किट कौन कुतर रहा था? रोते हुई बच्चा. മോഡൽ അവന് ചോദിച്ചാണെന്ന് തോന്നുന്നു. पत्थर के बेंच किस पिता की रचना है? एक कविता है. पत्थर के बेंच किसने लिखी? चंद्रकांत देवदाले. पत्थर के बेंच पर रिटायर्ड बूढ़ा क्या कर रहा था? सो रहा था. आंसू, थकान, विश्रम और प्रेम की स्मृति किस पर अंकित है? ഇത് ഈ ക്വസ്റ്റ്യന് നമുക്ക് മോഡൽ എക്സാമിന് 2 മാർക്കിനിട്ട് ചോദിച്ചിരുന്നു. പക്ഷേ ക്വസ്റ്റ്യന് ചെറിയ മാറ്റം എന്തുകൊണ്ട് തോന്നുന്നു. പത്തർ കെ ബെഞ്ച് पर आंसू, थकान, विश्राम और प्रेम की स्मृति किस पर अंकित है? ഏതിലാണ് ഇത്തരത്തിലുള്ള ഒട്ടിപ്പിടിക്കാലോ അത് എങ്ങനെ അടയാളപ്പെട്ടിരുന്നതാണ് ചോദിക്കുന്നത്. പത്തർക്ക് ബെഞ്ച് पर. നെക്സ്റ്റ് ചാപ്റ്റർ ദുഃഖ്. യശപാലാണ് എഴുതിയത്. കഹാനിയാണ്. ദുഃഖ് കിസ് വിധാ की रचना है? एक कहानी है. दुख किसकी रचना है? यशपाल.
दिलीप की पत्नी की नाम क्या था? हेमा। दुख कहानी में खामोश बेचने वाला कौन था? लड़का। दुख कहानी के लड़का क्या बेच रहा था? पकौड़ा। നെക്സ്റ്റ് ചാപ്റ്റർ അപരാധ് ഉദയ് പ്രകാശിൻ്റെ കഹാനിയാണ്. അപരാധ് കിസ് വിധ की रचना है? कहानी. उदय प्रकाश की रचना कौन सी है? अपराध. अपराध अपराध कहानी का बड़ा भाई छोटे भाई से कितना साल बड़ा था? 6 साल. अपराध कहानी में लड़का क्या खेल रहा था? गड़म्बल. छोटे भाई किससे छोटा लगा? गड़म्बल से. അത് പോരായ്മയാണ്, അതൊന്ന് നോക്കാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. अपराध कहानी के छोटा भाई अपराध कहानी के छोटा भाई किसी से शाम मांगने चाहता था? अपने बड़ा भाई से. നെക്സ്റ്റ് ചാപ്റ്റർ कहना नहीं आता. ലാസ്റ്റ് ചാപ്റ്ററാണ്. പവൻ കരണിൻ്റെ കവിതയാണ്. അതിലാകെ 2 ക്വസ്റ്റ്യന് ചോദിക്കണം. कहना नहीं आता किस प्रकार की विधा है? അതൊരു കവിതയാണ്. പവൻ കരണാണ് അതിൻ്റെ രചയിതാവ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ നിന്ന് നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ.